ഇത്തവണ ആഘോഷം നേരത്തെ തുടങ്ങിയല്ലോ. ഇന്ന് പാതിരാ കുർബാനയ്ക്ക് പോകാനുള്ളതാണെന്നുള്ള ഓർമ്മ വേണം കേട്ടോ. ഇക്കണ്ട കാലം വരെ ജീവിച്ചിട്ട് പാതിരാ കുർബാന മുടങ്ങിയിട്ടില്ല. പിന്നല്ലേ ഇന്ന്. നീ പോയി അത്താഴം വിളമ്പി വെക്ക്. തോമാച്ച, വാടാ, നമുക്ക് തുടങ്ങാം. എടാ തോമാച്ച, ഞാൻ ആണ്ടിൽ 2 തവണ ഓരോ ചെറുതടിക്കും. 2 തവണ മാത്രം. ഒന്ന് ക്രിസ്മസിനും പിന്നെ ഈസ്റ്ററിനും. അല്ല, നീ എങ്ങനെ? ഓ, വീട്ടിൽ കുളിക്കാൻ അവള് സമ്മതിക്കത്തില്ല. പിന്നെ ആരുടെയെങ്കിലും പിറന്നാളോ പിള്ളേരുടെ ആദ്യ കുർബാന സ്വീകരണോ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായി 2 വീശും. അപ്പോൾ അതിനവളൊന്നും പറയില്ലേ? ഹേയ്, അത് വെറുതെ കിട്ടുന്നതല്ലേ. അവിടെ പാർട്ടിക്കൊക്കെ പോകുമ്പോ ഗിഫ്റ്റ് കൊടുക്കുന്നതിന് ഏർപ്പാടുണ്ടപ്പച്ച. അപ്പോ അത് മുതലാക്കണമല്ലോ. അതുകൊണ്ട് പറ്റാവുന്നിടത്തോളം കഴിക്കും. അതായത് ഓസിന് കിട്ടിയാൽ ആസിഡും കുടിക്കുമെന്ന് അല്ലേടാ? അപ്പച്ച, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഇതെന്നാടാ ഈ ആർത്തി? ഈ ഗ്രഹിണി പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടാൻ കണ്ട പോലെ. എടാ കുഞ്ഞെ, കൂമ്പ് വാടിപ്പോകും. അതൊന്നും സാരമില്ല അപ്പച്ച. അവൾ കാണുന്നതിന് മുമ്പ് ഒരു 2 കൂടി ഒഴിച്ചേ. എടാ വെള്ളം. അപ്പച്ച, ഒരുപാട് വെള്ളം ഒഴിച്ചാ വയറ് നിറയും അപ്പച്ച. അപ്പച്ച, അപ്പച്ച, എനിക്കിനി ജീവിക്കണ്ട അപ്പച്ച. എനിക്ക് മടുത്ത അപ്പച്ച. അപ്പച്ച, അപ്പച്ചനാണ് എന്റെ അപ്പച്ച. എന്റെ അപ്പച്ചൻ, എനിക്ക് ജനിക്കാതെ പോയ അപ്പച്ചനാണ് അപ്പച്ച. അപ്പച്ചൻ ഈ ലോകത്ത് അപ്പച്ചനല്ലാതെ എനിക്ക് വേറെ ആരുമില്ല അപ്പച്ച. എനിക്ക് മടുത്തു അപ്പച്ച. എടാ മോനെ തോമച്ച, നല്ലൊരു ദിവസമായിട്ട് നീ ഇങ്ങനെ കരയാതെ. എടാ കരയാതിരിക്കാം. വാ, നമുക്കൊരു കരോൾ പാട്ട് പാടാം. പ്രത്യക്ഷം പ്രത്യക്ഷം ഇന്നു ദേശികാരേ. എടാ പാടടാ തോമാച്ച. പ്രത്യക്ഷം പ്രത്യക്ഷം ഇന്നു ദേശികാരേ. ദേവാനിശ്ചിതിയിൽ ജാതനായി ഹല്ലേലൂയ. ദേവാനിശ്ചിതിയിൽ ജാതനായി ഹല്ലേലൂയ. ആലാഹപുത്രൻ നമുക്കായി. അതെ, ഞാനിതാ എത്തിക്കഴിഞ്ഞു. എന്താണ് ആകെ ഒച്ചയാണല്ലോ. പുതിയ സാരി കഴിഞ്ഞോ? ഒന്ന് നിർത്താവോ? അതെ, ഞാനിതാ എത്തിക്കഴിഞ്ഞു. പുതിയ സാരി ഉടുത്തിട്ടൊന്നും ശരിയാവുന്നില്ല. 4 ആൾ കാണാനുള്ളതല്ലേ. രൂപ 50,000 എണ്ണിക്കൊടുത്തെ. സാരി ഉടുക്കാനൊക്കെ മറന്നേ. മേരി മോളെ, നീ പാതിരാ കുർബാനയ്ക്ക് ഇത്ര നേരത്തെ പോകുന്നത് എന്തിനാടി? അപ്പച്ച, അതെ, താജ് ഹോട്ടലിൽ നിന്ന് ക്രിസ്മസ് ഡിന്നറിന് തെക്കേലെ അമ്മിണി ചേച്ചിയും പിന്നെ കിഴക്കേലെ റാണിയൊക്കെ പോകുന്നുണ്ട്. ഓ, സുരേഷ് ഗോപിയോടൊപ്പം ഡിന്നർ. പിന്നെ ഐഡിയ സ്റ്റാർ സിംഗറുകാരുടെ ഗാനമേളയും കോമഡി ഷോയും ഒക്കെ ഉണ്ട്. 10,000 രൂപയാ ഒരാൾക്ക്. അവർ എനിക്കും കൂടിയുള്ള ഡിന്നർ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പച്ച. ഞാനൊന്ന് പോയിട്ട് നേരത്തെ വന്നേക്കാം അപ്പച്ച.
എടി മോളെ മേരി, ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടി. എത്ര വർഷം കൂടിയാ ഇതുപോലൊരു ക്രിസ്മസിന് എല്ലാവരും കൂടി വരുന്നത്. അടുത്ത ക്രിസ്മസിന് ആരൊക്കെ ഉണ്ടാവുമെന്ന് ആർക്കറിയാം. ദൈവമേ. ഓ, അപ്പച്ചൻ ഇങ്ങനെ പേടിച്ചാലോ? അപ്പച്ചനൊന്നും പറ്റത്തില്ല. എല്ലാവരും ഉണ്ടാകും. അവർ എന്നെ വെയിറ്റ് ചെയ്യാണ് അപ്പച്ച. പോകാതിരുന്ന പഞ്ഞക്കേടല്ലേ. ടോപ്പ് ലെവലിലുള്ള ഒത്തിരി പേര് വരുന്നതാ. എത്ര കഷ്ടപ്പെട്ടിട്ടാന്നറിയാവോ അവരെനിക്കൊരു സീറ്റ് ഒപ്പിച്ചത്. ഓ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയിപ്പ നിന്റെ ഇഷ്ടം. അപ്പച്ചൻ പറഞ്ഞത് കേട്ടില്ലേ? നീ നീ ഇന്ന് എങ്ങും പോകുന്നില്ല, മനസ്സിലായോ? അത് പറയാൻ നിങ്ങൾ ആരാ? കള്ള കുടിച്ച വായിച്ചു കിടക്കണം മനുഷ്യ. ഓ, അപ്പച്ചന്റെ ബലത്തിലായിരിക്കും അല്ലേ? അതെ, അടുത്ത ആഴ്ച മുതലേ അപ്പച്ചൻ കൂടെ കാണത്തില്ല.